തനിയേ ഏങ്ങുന്നിതാ ഇരുളിൽ പൊൻതാരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം ജീവിതം വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുന്ന നന്ദന. ഉദയവർമ്മയുടെ കുറ്റങ്ങൾ ഒന്നൊന്നായി പ്രതിഭയോട് പറയുന്ന കാർത്തിക. കല്യാണം കഴിച്ചാൽ ഒരു പെണ്ണിനെ അല്ലേ ഭാര്യയായിട്ട് കൂടെ കൊണ്ടു നടക്കാൻ പറ്റൂ? വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഉദയന് ജീവിതത്തിൽ ചിട്ടയുണ്ടാവുമെന്ന് പറയുന്ന പ്രതാപവർമ്മ. ഉദയനുമായി ഒരിക്കലും നല്ലൊരു ജീവിതത്തിനില്ലെന്ന് അമ്മയോട് പറയുന്ന നന്ദന. എനിക്കേതായാലും ഭർത്താവിന്റെ സ്ഥാനത്ത് ആ മനുഷ്യനെ സ്നേഹത്തോടെ പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ല. ഹരിയെയും കൂട്ടരെയും പോലീസ് മോചിപ്പിച്ച വിവരം പ്രതാപവർമ്മ അറിയിക്കുന്നു. ഹരിപ്രസാദ് നന്ദനെ വിളിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് വിളിക്കുന്നു. ഇനി തുടർന്ന് കാണുക. എനിക്ക് നന്ദനയോടൊന്ന് സംസാരിക്കണമായിരുന്നു. നന്ദന ഇപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലാണല്ലോ, അറിഞ്ഞില്ലേ? ഇന്ന് നന്ദനയുടെ കല്യാണമായിരുന്നു. ഭർത്താവിന്റെ നമ്പർ വേണോ? നന്ദനയോട് സംസാരിക്കണം. നാണോല്ലടാ നിനക്ക്? അപ്പൊ കിട്ടിയതൊന്നും പോരാന്നുണ്ടോ നിനക്ക്? ഇതേ എന്റെ വൈഫിന്റെ ഫോണാ. ഇനി ഇതിലേക്കെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ വിവരം അറിയ. നീ ആ ഫോണിങ് തന്നേരും. നന്ദനയുടെ മാരേജ് കഴിഞ്ഞെന്ന് കൺഫേം ചെയ്യാനല്ലേ നീ ഇപ്പൊ വിളിച്ചത്? കഴിഞ്ഞു. ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ഫോൺ വെക്കടാ. അങ്ങനെ വലിയൊരു ഉത്തരവാദിത്വം ചുമലിന്ന് ഇറക്കി വെച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. ഒരു പെൺകുട്ടിയെ കുടുംബത്തിൽ നിന്ന് ഇറക്കിവിടാന്ന് വെച്ചാ ചില്ലറ കെട്ടുമാറാപ്പാന്ന വിചാരം. നമ്മുടെ കാഞ്ഞാണിയിലെ കൊച്ചമ്മേരെ അനിയനില്ലേ, നീ അറിയില്ലേ? നമ്മുടെ കോൺട്രാക്ടറെ പുള്ളി എന്നോടൊരു ചോദ്യം, നന്ദന ശരിക്കും എന്റെ മോള് തന്നെയാണോന്ന്. അതെന്താ അങ്ങനെ ചോദിച്ചെന്നായി ഞാനും. കുട്ടിയുടെ മംഗല്യ ചടങ്ങുകൾക്ക് ഞാൻ കാണിച്ച ഉത്സാഹം കണ്ടാലേ സ്റ്റെപ്പ് ഫാദർ ആണെന്ന് തോന്നൂല അത്രേ. സദ്യ വളരെ കെങ്കേമായിരുന്ന പൊതുവെയുള്ള അഭിപ്രായം, പ്രത്യേകിച്ച് പൈനാപ്പിളിന്റെ പായസം. എന്റെ ഒരു സ്പെഷ്യൽ ഐഡിയ ആയിരുന്നേ അത്. നന്നായിരുന്നില്ലേ വിദ്യേ? ഞാൻ ചോറ് മാത്രമേ കഴിച്ചുള്ളൂ. സ്വന്തം മോളുടെ കല്യാണത്തിന് പായസം കഴിച്ചില്ലാന്നോ? എന്താ വിദ്യ ഇത്? പ്രതാപേട്ട, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. വല്ലാത്തൊരു തലവേദന. ആ തലവേദന ഒറ്റയ്ക്കിരുന്നാൽ മാറുന്നതല്ലോ വിദ്യയെ. മരുന്ന് കഴിച്ചാലും മാറില്ല. 45 വയസ്സുകാരന് മോളെ കെട്ടിച്ചു കൊടുത്തതാണ് ഈ തലവേദനയ്ക്ക് കാരണമെന്ന് എനിക്കറിയാം. കല്യാണം സംഭവിച്ചു കഴിഞ്ഞില്ലേ, ഇനി അത് മാച്ച് കളയാനും പറ്റത്തില്ല. നീ ആ പെണ്ണിനെ ഫോൺ വിളിച്ചിട്ടേ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്ന മാതിരി ഇനി ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റില്ല. വാസ്തവത്തിലെ ഇന്നത്തെ ദിവസം ഉദയനാണ് താരം. അവനേക്കാൾ പകുതി പ്രായമുള്ള പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയില്ലേ, ഭാഗ്യവാൻ. മതി വർണ്ണിച്ചത്. എന്തിനാ പ്രതാപേട്ട ഇങ്ങനെ ശവത്തി കുത്തുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താ? അത് നടത്തിയില്ലേ? നടത്തി. നടക്കാതിരിക്കാനും നടത്തിക്കാതിരിക്കാനും നീയും മോളും കഴിവും ശ്രമിച്ചില്ലേ? എന്നിട്ട് കല്യാണം നടത്തിയത് എന്റെ മുടുക്ക്. അതിന്റെ പേരിലേ പ്രതാപേട്ടനെ നിനക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തൂടെ? എന്റെ മക്കളുടെ അച്ഛനാണ് നിങ്ങൾ. എന്നാലും പറയാതിരിക്കാൻ വയ്യ. നന്ദനയോട് കാണിച്ച ചതിക്കും വഞ്ചനയ്ക്കും എന്നെങ്കിലും തിരിച്ചടി കിട്ടാതിരിക്കില്ല. പ്രതാപേട്ടൻ മാത്രമല്ല, എന്റെ ആംഗ്ലമാരും പ്രതിഭയും അതിന്റെ ദോഷഫലം അനുഭവിച്ചിരിക്കും. എനിക്ക് തിരിച്ചടി കിട്ടാൻ കാത്തിരിക്കുക എന്റെ പ്രിയപത്നി. കൊള്ളാം.
എന്നാ കേട്ടോ, എനിക്ക് തിരിച്ചടി കിട്ടിയിട്ടേ എത്രയോ കാലം കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞ 10-22 വർഷം മുമ്പ് നിന്റെ ഭർത്താവായി കഴിഞ്ഞപ്പോഴേ കിട്ടിയതാ. അന്ന് ഞാൻ തെറ്റൊന്നും ചെയ്തിരുന്നില്ല. ഒരു കുട്ടിയുടെ അമ്മയായി നിന്നെ സ്വീകരിച്ചു എന്ന നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ശിക്ഷ കിട്ടി. എന്ത് ശിക്ഷയ്ക്കും കാരണമായൊരു കുറ്റമാണല്ലോ ആ കുറ്റമാണ് ഞാൻ നിന്റെ മോളോട് പലപ്പോഴായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴേ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുക. എന്നാ ഫുൾ സ്റ്റോപ്പ് ആയിട്ടില്ല. സെമി കോളൻ എന്ന് വിചാരിക്കാം, അർദ്ധവിരാമം. ഇനിയേ കുറച്ചു നേരം നീ ഒറ്റയ്ക്കിരിക്കുക, നിന്റെ തലവേദന മാറട്ടെ. ആഹാ, ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ സാരി ഉടുക്കാൻ പറഞ്ഞപ്പോ എന്തൊരു മടിയായിരുന്നു. ഇപ്പൊ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. കിടക്കാറായില്ലേ? ഉറക്കം വരുന്നില്ല. വെറുതെ ഇരുട്ടത്തിങ്ങനെ നോക്കി നിന്നാ ഉറക്കം വരുമോ? അതോ ഉദയന്നൂർ എല്ലാവരും ലേറ്റ് ആയിട്ടാണോ കിടക്കുന്നേ? അങ്ങനെ പതിവൊന്നുമില്ല. പക്ഷെ മുത്തശ്ശി ഉറങ്ങിയിട്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. ഇവിടെ ഉണ്ണാനും ഉറങ്ങാനും ഒരു ചിട്ടയും ഇല്ലാത്തത് ഉദയേട്ടന് മാത്രം. പാതിരാത്രി കഴിഞ്ഞും മുറിയിൽ മിക്കവാറും ലൈറ്റ് കാണുമെന്ന് എരിയേട്ടൻ പറയാറുണ്ട്. ആ, ഇനി ആ ചിട്ടവട്ടങ്ങളൊക്കെ മാറാൻ പോവല്ലേ. നന്ദന വാ, മുകളിലേക്ക് ചെല്ല്. കുറച്ചുകൂടെ കഴിയട്ടെ. ഇനി എന്തിനാ കുറച്ചുകൂടെ കഴിയുന്നേ? വന്നേ, വാ. നന്ദന ഇവിടെ ഇരിക്കെ, ഇപ്പൊ വരാട്ടോ. ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് പിടിക്ക്. പിടിക്ക്. ഇനി ഉദയേട്ടന്റെ റൂമിലേക്ക് ചെല്ല്. സാധാരണ സന്ധ്യ കഴിഞ്ഞ പാൽ ഗ്ലാസ് അല്ല, വെറും ഗ്ലാസും വെള്ളവും ഉപ്പിലിട്ടതും വറുത്തതും ഒക്കെയാ പടികയറി മുകളിലേക്ക് പോകുന്നത്. ഇന്ന് ആദ്യരാത്രിയല്ലേ, അതിനൊക്കെ പുള്ളിക്കാരനൊന്ന് ഒഴിവ് കൊടുക്കുമായിരിക്കും. ആ, മണിയറയിലേക്ക് ചെന്നോളൂ, ഉദയേട്ടൻ കാത്തിരിക്കുമായിരിക്കും. ചെല്ല്. എന്തുപറ്റി? അവിടെ ബ്ലോക്കായി പോയോ? അകത്തേക്ക് വരാം. അമ്മയാണോ കാർത്തികയാണോ ഈ പാൽ ഗ്ലാസ് കയ്യിൽ ഏൽപ്പിച്ചു വിട്ടത്? ചേച്ചി. നന്ദനയ്ക്ക് രാത്രി പാൽ കുടിക്കുന്ന ശീലമുണ്ടോ? ഇല്ല. എനിക്കാണെങ്കിൽ ഈ സാധനം പണ്ടേ ഇഷ്ടമല്ല. ബ്ലാക്ക് കോഫിയാണ് സുഖം. പക്ഷേ കടുങ്കാപ്പിയുമായി നവവധു ആദ്യ രാത്രിയിൽ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുന്നത് ഒരു കഥയിലും കേട്ടിട്ടില്ല. ഓരോരോ കൺസെപ്റ്റുകളെ.
നമുക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ആ പാലങ്ങ് വെച്ചേക്ക്. ഇന്ന് വിവാഹം കഴിഞ്ഞ ഏതെങ്കിലും ഉറുമ്പുകൾക്കോ മഴപ്പാറ്റകൾക്കോ മധുവിധ മധുരമാകുമെങ്കിൽ ആയിക്കോട്ടെ. അതിരാവിലെ തുടങ്ങിയ യാത്ര, ടെൻഷൻ, പിന്നെ കല്യാണത്തിന്റെ ചടങ്ങുകൾ. നല്ല ക്ഷീണം ഉണ്ടാവുമെന്നറിയാം. നന്ദന കിടന്നോളൂ. തന്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ബെഡ്ഷീറ്റും പില്ലോയും എടുത്ത് തറയെ കിടന്നുറങ്ങിയാലോ എന്നാണ് ആലോചന, അല്ലേ? എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. താൻ അങ്ങനെ കിടന്നാ എനിക്ക് ഈ റൂമിൽ നിന്ന് പുറത്തു പോയി കിടന്നുറങ്ങേണ്ടി വരും. അത് അഭംഗിയാവും, അല്ലേ? നമ്മുടെ രണ്ടുപേരും മാത്രമുള്ള അപ്പാർട്ട്മെന്റ് അല്ല ഇത്. അവിടെയാണ് വിഷയം. കിടന്നോളൂ. നന്ദനയ്ക്ക് എന്നോടൊന്നേ സംസാരിക്കാറുണ്ടോ? സംസാരിക്കാൻ എനിക്ക് ഇന്നെന്തായാലും വേണ്ട. സമയമുണ്ടല്ലോ, പിന്നീടാവാം. താൻ പറയാൻ പോകുന്ന മാറ്റർ എന്തായാലും അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ധൃതി പിടിച്ച് പറഞ്ഞിട്ടെന്താ? നന്ദൻ ഉറങ്ങിക്കോളൂ. ആ, ഞാൻ കിടക്കാൻ ലേറ്റ് ആവും. അപ്പോൾ വാതിലങ്ങ് അടച്ചേക്കല്ലേ? ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ താൻ നല്ല ഉറക്കം. ഉണർത്തണ്ടെന്ന് വിചാരിച്ചു. രാത്രി കുറേ നേരം ഉറങ്ങാതെ കിടന്നിട്ട് എപ്പോഴോ കണ്ണടഞ്ഞു കഴിഞ്ഞ് പിന്നെ കിട്ടുന്നത് ഡീപ്പ് സ്ലീപ്പായി. പുലർച്ചയ്ക്ക് ഉറങ്ങുവാൻ എന്തൊരു സുഖം എന്നെഴുതിയിട്ടുണ്ട് ഒരു കവിതയിൽ ONV. കഴിഞ്ഞുപോയത് നമ്മുടെ ആദ്യ രാത്രിയാണ്. കഥകളിലും സിനിമകളിലും വർണ്ണപ്പകിട്ടോടെ അവതരിപ്പിക്കുന്ന ഫസ്റ്റ് നൈറ്റ്. നന്ദനയ്ക്ക് തീരെ താല്പര്യമില്ലാതിരുന്ന, ഒരുപാട് ഭയപ്പെട്ട ആ രാത്രി അതെന്തായാലും കഴിഞ്ഞു കിട്ടി. മറ്റൊന്നും ഓർത്ത് കൺഫ്യൂസ്ഡ് ആവണ്ട. നമുക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല.
നമ്മൾ ഇന്നലെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. പുത്തമ്പെണ്ണിനെ ഇതുവരെ കണ്ടില്ലല്ലേ ചേച്ചി? നേരം വെളുത്തിട്ട് ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. എണീറ്റില്ലെന്ന് തോന്നുന്നു. ഇത്രയും നേരമായിട്ടോ? ഓ, പരിഷ്കാരികളൊക്കെ അങ്ങനെയാ. ഞാനൊക്കെ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധം മാറി അടുക്കളയിൽ കയറി വെള്ളം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് സൂര്യൻ പോലും ഉദിക്കുമായിരുന്നുള്ളൂ. എന്നാലും ഇത് കുറെ കടുപ്പോ. വീട്ടിലുള്ള മറ്റുള്ളവരെങ്കിലും എന്ത് വിചാരിക്കുന്നു ഓർക്കണ്ടേ? അത് ശരിയാ. തുടക്കം എങ്ങനെയാണെങ്കില് തുടർന്നങ്ങോട്ട് എങ്ങനെയായിരിക്കും ഊഹിക്കാം. പെണ്ണിനെ ഇതുവരെ കാണാത്തവൻ ആദ്യമായി കാണുകയല്ലേ, ഇങ്ങനെയൊക്കെ വരൂ. ബെഡ് കോഫി റൂമിൽ കൊണ്ട് കൊടുക്കണോ ചേച്ചി? അംബികെ, നീ എന്തിനാ പാട് നോക്കിയേ? ദേ, പുതിയ മരുമോളോട് അധികം അടുപ്പത്തിനൊന്നും പോകണ്ട. നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് ഞാനാ, അത് മറക്കണ്ട. ബെഡ് കോഫിയും കൊണ്ട് പോണം പോലും. എപ്പോഴാന്ന് വെച്ചാൽ അവൾ ഇങ്ങോട്ട് ഇറങ്ങി വരും. ദേ, നീ ഇതെല്ലാം കഴുകി വെച്ചിട്ട് വേഗം അടുക്കളയിലോട്ട് വന്നേ. രാവിലെ തന്നെ കുളി കഴിഞ്ഞ് മോള് പുതിയത് ഉടുത്തല്ലോ. കുടുംബത്തിലെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാ വേണ്ടത്. മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ളതാ. ഒരാള് പറഞ്ഞു തന്നാലും നമുക്ക് അനുസരിക്കാൻ തോന്നണ്ടേ? ഇവിടെ മറ്റൊരുത്തിയുണ്ട്. അവള് വൈകുന്നേരേ കുളിക്കൂ. മഴക്കാലായ പിന്നെ അതും ഒഴിവാക്കാൻ നോക്കും. ഞാനൊന്നും പറയാറില്ല. പറഞ്ഞാ അമ്മായിയമ്മ ചമ്മയാണെന്നാവും പരാതി. ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചെയ്യരുതാത്ത എന്താ, ഒന്നും എനിക്കറിയില്ല. എല്ലാ ജോലികളും ചെയ്യാൻ ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തിയിട്ടുണ്ട് അംബിക. എന്ന് കരുതിയ ഒരു വീടല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നിയ ആവാം. അവനവന് ഇഷ്ടമുള്ള കാര്യം എന്താന്ന് വെച്ചാ ചെയ്യുന്നതിന് ഒരു വിലക്കുമില്ല. അത് പക്ഷെ ശരിയെന്ന് തോന്നണം, ചെയ്യുന്നവർക്കും മറ്റുള്ളവർക്കും. ഒരു കാര്യത്തിലേ എനിക്ക് നിർബന്ധമുള്ളൂ, അത് പാലിച്ചില്ലെങ്കിൽ ആ മുഖം കറക്കുന്നത്. ഒരു കാര്യത്തിലേ എനിക്ക് നിർബന്ധമുള്ളൂ, അത് പാലിച്ചില്ലെങ്കിൽ ആ മുഖം കറക്കുന്നത്. കോലത്തുള്ളവര് സമയത്തിന് ഭക്ഷണം കഴിച്ചിരിക്കണം. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ചേച്ചി ദേ വന്നിട്ടുണ്ട്. നന്ദനെ വാ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ചായ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാൻ ഞാൻ അംബികയോട് പറയായിരുന്നു. അയ്യോ, അതൊന്നും വേണ്ട ചേച്ചി. അല്ല, നന്ദന എപ്പോഴാ എണീറ്റത്? കൊറേ ലേറ്റ് ആയില്ലേ? ഇല്ല, നേരത്തെ ഉണർന്നതാ. കുളിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. നന്ദനയ്ക്ക് കേൾക്കണം, കെട്ടിക്കേറി വന്നതിന്റെ പിറ്റേന്ന് വെളുപ്പിനെ 4 മണിക്ക് ഞാൻ എണീറ്റു. ഈ ബ്രാഹ്മണ മുഹൂർത്തം എന്ന് കേട്ടിട്ടുണ്ടോ? ആ സമയത്ത്. ബ്രഹ്മമുഹൂർത്തം എന്നാ പറയേണ്ടത്. ഓ, എന്തായാലും ആ സമയത്ത് ഞാൻ ഉണർന്നു. അന്നിവിടെ ജോലിക്കാരിയൊന്നുമില്ല. ഈ വീട്ടിലെ സകല ജോലിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു. കല്യാണ പിറ്റേന്നാണെന്ന് ഓർക്കണം. എന്നാ കുറച്ചു നേരം നീ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന എരിയേട്ടൻ അമ്മ പറഞ്ഞില്ല. അതാ സാധനം. അമ്മ നന്ദനെ കണ്ടായിരുന്നു രാവിലെ? ഉവ്, ഞാൻ ചോദിച്ചു ഇവിടെ എന്തൊക്കെ ഞാൻ ചെയ്യണ്ടെന്ന്.
അപ്പൊ എല്ലാം നോക്കാൻ ഈ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. അമ്മ അതൊക്കെ പറയും. എന്നിട്ട് നമ്മൾ ജോലി എടുക്കുന്നുണ്ടെന്ന് വാച്ച് ചെയ്യും. വലിയ ഡിറ്റക്റ്റീവുകാരിയാ. വാച്ച് ചെയ്തിട്ട് എന്താ പരിപാടിയെന്നറിയോ? കുറ്റം പറയും. നമ്മുടെ വീട്ടിൽ പോയി നിന്ന് ജോലിയെല്ലാം പഠിച്ചിട്ട് വന്നാ മതിയെന്ന് ഓർഡർ ഇടും. അതിനാണോ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മൾ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത്? ആണോ അംബികെ? ഒരിക്കലും അല്ലേ ചേച്ചി. വെറുതെ അല്ലല്ലോ. ഇവിടുത്തെ ആണുങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മളെ കല്യാണം കഴിച്ചത്. കയ്യും വീശിയല്ല, അത്യാവശ്യത്തിന് സ്വർണം കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. അതിൻ്റെതായ സ്ഥാനം നമുക്ക് ഇവിടെ കിട്ടണം. തീർച്ചയായും കിട്ടണം. അല്ല, ഞാനിതൊക്കെ പറഞ്ഞേ ഉള്ളൂ. നന്ദന അറിഞ്ഞിരിക്കണമല്ലോ എല്ലാം. ആ, ഞാൻ ചായ എടുക്കാം. ദാ ഉദയനും കൊണ്ടുപോയി കൊടുക്ക.